ലഹരി മാഫിയകളെ പേടിക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവർക്കെതിരെ പ്രതികരിച്ചാൽ ആക്രമിക്കാനും കൊല്ലാനും മടിക്കില്ല. മയക്കുമരുന്ന് സംഘങ്ങൾ ഈ നാടിനെ അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞു. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയത് ലഹരി മാഫിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിൻ്റെ പകയിലാണ്. വീടിനോട് ചേർന്നുള്ള മുറിയിലാണ് പുതിയ കോവിലകം സ്വദേശി ബിജുവിനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ പ്രദേശത്തെ ലഹരി സംഘമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പശുവിനെ കറക്കാനായി വിളിക്കാൻ ചെന്ന അമ്മ ബേബിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. ബിജു കിടന്നിരുന്ന ഒറ്റമുറി വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. കഴുത്തിലും വയറിലും ആഴത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകൾക്കിടയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബിജു പോലീസിന് കൈമാറിയിരുന്നതായി കുടുംബം പറയുന്നു. ഈ വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരണം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.